ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ വഴിവിട്ട് സഹായിച്ചതിൽ നടപടിയുടൻ. മധ്യമേഖലാ ജയിൽ ഡിഐജി പി അജയകുമാറിനെതിരെ നടപടിയെടുത്തേക്കും. ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാമിനെതിരെയും നടപടിയുണ്ടാകും. ഇരുവർക്കുമെതിരെ നടപടി ശുപാർശ ചെയ്യുന്നതാണ് അന്വേഷണ റിപ്പോർട്ട്. അതേസമയം മൊഴി നൽകിയ ജീവനക്കാരെ സ്വാധീനിക്കാൻ ജയിൽ ഡിഐജി ശ്രമിച്ചെന്നും കേൾക്കുന്നു. റിനു ശ്രീധറും സൈഫുനിസ അലിയാറും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ആദ്യം റിനു ശ്രീധറിലേക്ക്. ഗുഡ് മോർണിംഗ് റിനു ശ്രീധർ. ഞായറാഴ്ച വരുന്നതൊരു നടപടി വാർത്തയാണല്ലോ, നടപടിയാകുമോ? തീർച്ചയായും. അതായത് നടിക്കെതിരെയായിട്ടുള്ള അപകീർത്തി പരാമർശത്തെ തുടർന്ന് ജയിലിലായ ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ വെച്ച ജയിൽ അധികൃതർ തന്നെ വലിയ രീതിയിൽ വഴിവിട്ട് സഹായിച്ച വാർത്ത നമ്മൾ പുറത്ത് കൊണ്ടുവന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഭ്യന്തര വകുപ്പിന് ജയിൽ വകുപ്പിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കൈമാറി എന്നുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്നത്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ശുപാർശ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നത് അടക്കമുള്ള ഒരു റിപ്പോർട്ടാണ് ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞ ദിവസം കൈമാറിയത്. മധ്യമേഖല ജയിൽ DIG ആയിട്ടുള്ള പി അജയകുമാറിനും അതുപോലെ തന്നെ ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാമിനെതിരെയും നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. ഉടൻ തന്നെ ഇവർക്കെതിരെ നടപടി ഉണ്ടാകും. ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു അന്വേഷണം കൂടി നടത്തണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ഈ ജയിൽ വകുപ്പ് കൈമാറിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. നേരത്തെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് ആഭ്യന്തര വകുപ്പിനെ സമർപ്പിച്ചിരുന്നു. ഈ ഉദ്യോഗസ്ഥർക്ക് വലിയ രീതിയിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. നേരത്തെയും ഈ മധ്യമേഖല ജയിൽ DIG ആയിട്ടുള്ള പി അജയകുമാറിന് പല തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടാണ് നൽകിയത്. നമുക്കറിയാം ബോബി ചെമ്മണ്ണൂർ ജയിലിലേക്ക് വരുമ്പോൾ ജയിലിൽ അനധികൃതമായി ഈ DIG എത്തുകയും അദ്ദേഹത്തിന് പണം നൽകുകയും ഒപ്പം ഈ ജയിൽ സൂപ്രണ്ടിന്റെ റൂം ഉപയോഗിക്കുവാൻ ശുചിമുറി ഉൾപ്പെടെ ഉപയോഗിക്കുവാൻ നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ ജയിൽ സൂപ്രണ്ട് മറച്ചുവെക്കുന്ന ഒരു ഇടപെടലാണ് നടത്തിയത്. അതുകൊണ്ടാണ് ഈ ജയിൽ സൂപ്രണ്ടിനെതിരെയും ഈ ഒരു അന്വേഷണത്തിൽ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ നടപടിയുണ്ടാകും. ഇവർ രണ്ടുപേരും ഇത് മറച്ചുവെക്കാൻ ശ്രമിച്ചെങ്കിലും തൊട്ടടുത്ത വനിതാ ജയിലിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഇത് കണ്ടെത്തുവാൻ വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആയിട്ടുണ്ട്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ജയിലിലെ രജിസ്റ്റർ വരെ തിരുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലിലേക്ക് അല്ലെങ്കിൽ രജിസ്റ്റർ രേഖപ്പെടുത്താതിരിക്കുവാനുള്ള ഒരു നടപടിയിലേക്ക് ഈ ഉദ്യോഗസ്ഥർ പോയി. ജയിൽ DIG പി അജയകുമാറിനെതിരെ നടപടിക്ക് സാധ്യത എന്ന വലിയ വാർത്തയാണ് റിനു ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. സൈഫുനിസ, ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാമിനെതിരെയും നടപടിയുണ്ടാകും. ഇതിൽ പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത് ഈ മൊഴി നൽകിയ ജീവനക്കാർ, ആ ജീവനക്കാരെ സ്വാധീനിക്കാൻ ജയിൽ DIG ശ്രമിച്ചെന്നും കേൾക്കുന്നു. എന്തൊക്കെയാണ് നമുക്കിപ്പോൾ കൊച്ചിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ സൈഫുനിസ? സുജയ, ഇതുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂരിനെ ജയിൽ മോചിതനായി 15-ാം തീയതി ജയിൽ മോചിതനായി 16-ാം തീയതി ഹെഡ്ക്വാർട്ടേഴ്സ് ജയിൽ DIG കൊച്ചിയിൽ എത്തി ഇവിടെ കാക്കനാട് ജില്ലാ ജയിൽ സന്ദർശനം നടത്തുകയും CCTV ദൃശ്യങ്ങളും ഒപ്പം തന്നെ ജീവനക്കാരുടെ മൊഴിയും ശേഖരിച്ചിരുന്നു. ഈ മൊഴിയിലാണ് ജയിൽ ജീവനക്കാർ ഈ DIG സന്ദർശനം നടത്തിയ ദിവസം DIGയുടെ സന്ദർശനത്തെക്കുറിച്ചോ ഒപ്പം തന്നെ രജിസ്ട്രിയിൽ പണം എഴുതി ചേർത്തതിനെക്കുറിച്ചോ പുറത്തു പറയാതിരിക്കണം, സഹകരിക്കണം എന്ന് പറഞ്ഞത് ജയിൽ ജീവനക്കാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നടക്കമുള്ള മൊഴി നൽകിയിരിക്കുന്നത്. അതായത് DIG തന്നെ ജയിൽ ജീവനക്കാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ് ജീവനക്കാർ തന്നെ മൊഴി നൽകിയിരിക്കുന്നത്. അന്നേ ദിവസം ബോബി ചെമ്മണ്ണൂർ ജയിലിലായ ദിവസം, അതായത് വ്യാഴാഴ്ച രാത്രിയോടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലേക്ക് കൊണ്ടുവരുന്നത്. വെള്ളിയാഴ്ച DIGയും ഒപ്പം തന്നെ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ഫിജി കാർഡുമായി ബന്ധപ്പെട്ട 3 പേരും ജയിലിലെത്തി സന്ദർശനം നടത്തുന്നു. രജിസ്ട്രിയിൽ 200 രൂപ പ്രത്യേകമായി എഴുതി ചേർക്കുന്നു. അതായത് ബോബി ചെമ്മണ്ണൂർ ജയിലിലേക്ക് വരുമ്പോൾ ഇയാളുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫോൺ ചെയ്യുന്നതിനായി DIG പണം എഴുതി ചേർക്കുന്നു. സാധാരണ ജയിൽ ചട്ടം അനുസരിച്ച് തപാൽ മുഖേന പണം ആരെങ്കിലും അയച്ചു കൊടുത്താൽ മാത്രമേ അത് ആ തടവുകാരന്റെ പേരിൽ എഴുതി ചേർക്കാവൂ. പക്ഷേ ഇത് എഴുതി ചേർത്തു. ഒപ്പം തന്നെ ഈ സന്ദർശകരെ ഇത് ആരൊക്കെയായിരുന്നു എന്നുള്ളത് രജിസ്ട്രിയിൽ രേഖപ്പെടുത്തിയില്ല. ഇങ്ങനെ വീഴ്ചകൾ പലതുമാണ് DIGയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട്. ഈ മധ്യമേഖല DIG ഇക്കാര്യത്തിലൊക്കെ തന്നെ വലിയ രീതിയിൽ VIP പരിഗണന ബോബി ചെമ്മണ്ണൂരിന് നൽകാൻ ശ്രമിച്ചു എന്ന ആരോപണത്തിലാണ് ഇപ്പോൾ ജയിൽ ജീവനക്കാർ തന്നെ മൊഴി നൽകിയിരിക്കുന്നത്. 20 ജീവനക്കാരാണ് മൊഴി നൽകിയിരിക്കുന്നത്. മധ്യമേഖല DIGക്ക് എതിരെയാണ്, ഒപ്പം തന്നെ ജയിൽ സൂപ്രണ്ടിനെതിരെയുമാണ് ഇപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സ് DIG വിനോദ് കുമാർ കഴിഞ്ഞ ദിവസം വന്ന് സന്ദർശനം നടത്തിയപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. സുജയ.